ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് സൈലത്തിന്റെ കോട്ടയത്തെ ഗേൾസ് ഹോസ്റ്റലിലാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡിനിയാണ്. ഹായ് ഡിനി. ഹലോ സർ. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊന്ന് നടന്നാലോ? ഓക്കെ, ഇപ്പൊ ഇതൊക്കെ നടക്കാം. ഓക്കെ, സോ അപ്പം ഇപ്പൊ എങ്ങനെയാ പറഞ്ഞോ? എക്സാം അടുത്ത ഒരു മാസത്തിനുള്ളിൽ വരുന്നതിൻ്റെതായ ആ ഒരു വൈബിലാണ് നിൽക്കുന്നത്. ഫുൾ പഠിത്തം, പ്രത്യേകിച്ച് LMRP സ്റ്റാർട്ട് ചെയ്തു. സൈലത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് LMRP ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലൂടെ പഠിച്ചു പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണോ നമ്മൾ പഠിക്കുന്നത്? സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഒക്കെ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ സൈലത്തിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത കാര്യം. കാരണം ഇവിടെ പഠിച്ചിപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് പറയാറുണ്ട് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ഡെയിലി സ്കൂളിൽ പോയതെന്ന്. കാരണം ഓരോ ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും നമുക്ക് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള സമയം കിട്ടുന്നു. ഒരു ദിവസം നമ്മൾ തീരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് അതുവരെയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഏറ്റവും അടിപൊളിയായിട്ട് സൈലത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ ഒരു പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, ഒരു മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട്. തീർച്ചയായിട്ടും. സാധാരണ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എപ്പോൾ പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഇതിനൊക്കെ സാധ്യതയുണ്ടോ, സമയമുണ്ടോ എന്നൊക്കെ. മോള് പറയുന്ന എല്ലാത്തിനും സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അതേപോലെ നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ DPPs എന്ന് പറയുന്നത് അല്ലേ? DPPs മോൾ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാറുള്ളത്? DPPs നമുക്ക് പ്രത്യേകിച്ച് ആ DPPയുടെ ഡിസൈനിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിൽ തന്നെ വേറെ ഒരു എക്സ്ട്രാ നോട്ട് എടുത്ത് നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ത്വര കയറിയിരിക്കുന്ന സമയമാണെങ്കിൽ DPP തുറന്നു നോക്കി അതിനകത്ത് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ തിയറീസ് ഉണ്ട്, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി വെച്ചിരിക്കുന്ന ആൻസേഴ്സും ഉണ്ട്. അപ്പം DPP എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പാക്കാണ്. അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ദിശയുടെ ബുക്സ് റെഫർ ചെയ്യുന്നുണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസും DPPയിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ സെയിം ആണ്. അത് അത്ര അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലും ടീച്ചേഴ്സ് എടുത്തിരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഓഫ്ലൈൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസും ഡിവൈഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് DPPs ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ വേണമെങ്കിൽ നമുക്ക് DPP തുറന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നമ്മൾ പോയി തിയററ്റിക്കലായിട്ട് ഇങ്ങനെ ബ്രീഫ് ആയിട്ട് എഴുതുമൊന്നും അല്ല ചെയ്യുന്നത് അല്ലേ? നമ്മൾ കറക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഏതാണോ ആൻസർ വരുന്നത് നമ്മൾ അത് തന്നെ പിക്ക് ചെയ്യണം. ഒരേപോലെ ഇരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? സോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. സോ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്? ഡെയിലി ഡീറ്റെയിൽസ് എഴുതുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ അന്നത്തെ നമ്മുടെ സെൽഫ് അനലൈസ് ചെയ്യുന്നത് ആ സമയത്താണ്. പ്രത്യേകിച്ച് പിന്നെ ഈ പ്രാക്ടീസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് GIBയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ GE എഴുതുമ്പോൾ സാധാരണ OMRൽ കറപ്പിക്കുന്ന പോലെയല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ, മൗസ് പിടിക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും കുറെ പേർക്ക് കാണും. പ്രത്യേകിച്ച് ഞാനൊക്കെ കഴിഞ്ഞ വർഷം GE അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ GE എഴുതാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷൻ എനിക്ക് ഫസ്റ്റ് GB എഴുതിയപ്പോൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് CBT എഴുതുന്നതിൻ്റെതായ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് CBT എഴുതിയപ്പോൾ എനിക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് അതിൻ്റെ ആ ഒരു പുതുമ നമുക്ക് ഉണ്ടാവില്ല. അത്രയും തവണ നമുക്കിപ്പോൾ GBs നമ്മൾ എഴുതി, ഇനിയും ഈ LMRPയുടെ കൂടെ തന്നെ കുറേ GBs നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇഷ്ടംപോലെ എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ആണെങ്കിൽ പോലും ഈ എക്സാമിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര കൂടുതലാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പോയി ശരിക്കുള്ള നമ്മുടെ JE എക്സാം എഴുതാൻ പറ്റും എന്നാണ് ഡിനി പറയുന്നത്. വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മളെ JE ആസ്പിറൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തവണ എഴുതാൻ നിങ്ങളുടെ ഒപ്പം തന്നെ പുറത്തുള്ള കുറേ കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഡിനിയുടെ ഈ വാക്കുകൾ. അതേപോലെ നമ്മുടെ സൈലത്തിലെ ടീച്ചേഴ്സിനെ പറ്റിയും മെന്റേഴ്സിനെ പറ്റിയും ഒക്കെ എന്താ പറയാനുള്ളത്? ടീച്ചേഴ്സ് നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത്, ഞാനൊക്കെ ചോദിക്കുന്ന ഡൗട്ട്സ് ഒക്കെ ചിലപ്പോൾ മണ്ടത്തരങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഒരാളോട് ഡൗട്ട് ചോദിക്കുമ്പോൾ അവരതിനെ എങ്ങനെ വിലയിരുത്തുന്നു, നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിരിക്കും നമ്മൾ അടുത്ത തവണ ഒരു ഡൗട്ട് ചോദിക്കുന്നതിലുള്ള പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഫാക്കൽറ്റീസിനോടൊക്കെ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ എത്ര ചെറിയ ഡൗട്ട് ആണെങ്കിലും ഭയങ്കര പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഒരുപാട് നേരം എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമാണെങ്കിലും വേണ്ടത്ര സമയം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് അവർ നമ്മളെ പറഞ്ഞു വിടത്തുള്ളൂ. പ്രത്യേകിച്ച് ചില സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ
ഇങ്ങനെ നിൽക്കും. പക്ഷെ എനിക്ക് മനസ്സിലായത് സാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പറഞ്ഞു വിടത്തുള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ട് ക്ലാസ്സിലാണെങ്കിൽ രാജൻ സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ ബെഞ്ചൊക്കെ പറക്കും. സാറ് ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് ഭയങ്കര ലൈവായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ കൂടെ നടന്ന് അത്രയും അടിപൊളിയായിട്ട് എന്റർടൈനിങ് ആയിട്ട് ഫിസിക്സും മാത്സും കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അതുകൊണ്ട് അതുപോലെ തന്നെ മെന്റേഴ്സിന് നമുക്ക് നമ്മുടെ കൂടെ ഫുൾ ടൈം 24/7 നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന സമയമാണിത്. നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന എക്സാമിന്റെ കാര്യം ഓർത്ത് ഈവൻ നമ്മൾ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയാകുമ്പോഴായിരിക്കും ഒരു മാസം കഴിഞ്ഞ് എക്സാം ആണ്. നമ്മൾ കലണ്ടർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഓരോ വെട്ടുമ്പോഴായിരിക്കും ഇത്ര ദിവസം കൂടി ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് മെന്റേഴ്സിന് മനസ്സിലാവും. അവർ ചോദിക്കും ഡിനി നിനക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, നീ താഴോട്ടൊന്ന് വാ എന്ന് പറയും. നമ്മൾ താഴെ ചെല്ലുമ്പം നമ്മുടെ ഫുൾ സ്ട്രെസ് മാറി എന്ന് മിസ്സിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മിസ്സിന് നമ്മളെ തിരിച്ചുള്ളൂ. അങ്ങനെ ചോദിച്ച് ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും വീട്ടിലെയും ഫ്രണ്ട്സിന്റെയും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മെന്ററിന് അറിയാം. കാരണം നമ്മൾ ചില ആൾക്കാർക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ പറയും ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ വേറെ ആരോട് സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന മെന്ററാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ നീറ്റിലെ ബാച്ചിലാണെങ്കിലും ജെയുടെ ബാച്ചിലാണെങ്കിലും അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന മെന്റേഴ്സ് തന്നെയാണ് സൈലത്തിലുള്ളത്. അതുകൊണ്ട് അതും വലിയൊരു ഭാഗ്യമാണ്. അപ്പം ദിനി പറയുന്നത് വളരെ കണക്റ്റഡ് ആയിട്ട് മെന്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇനി ജെ എക്സാം എഴുതാനായിട്ട് പോവുകയാണ് അല്ലേ? സോ അപ്പം ഫ്യൂച്ചർ ആസ്പിറൻസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഡിന്നിക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ ഇവിടെ വന്ന് പെട്ടത് എനിക്ക് CET പഠിക്കണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഓറിയന്റേഷൻ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു എനിക്ക് NIT IIT പഠിക്കണം. എനിക്ക് NIT കാലിക്കറ്റ് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും. ഈവൻ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇവിടുന്ന് നേടിയെടുത്തത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര പഠിക്കാൻ പറ്റും, നമുക്ക് ഇതിനൊക്കെ എത്ര കഴിവുണ്ടെന്ന് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇനിയിപ്പം ഇവിടെ ഒരു വർഷം ഇത് ഒരു പകുതി വെച്ച് പോലും അവസാനിപ്പിക്കാതെ അവസാനം വരെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു പോയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഫേസ് ചെയ്ത് നമ്മൾ എല്ലാവരും ഒരേപോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പോകുമ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ്സിൽ പറയും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, വാർഡൻ, മെന്റേഴ്സ്, ഫാക്കൽറ്റീസ് എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അത്ര അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ടീച്ചേഴ്സ് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സഫർ ചെയ്യുന്ന ഒരു സമയത്ത് ഇത് സർവൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരിടത്തും തോറ്റു പോയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈവൻ ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ഞാൻ അതാണ് ആലോചിക്കുന്നത്. എനിക്ക് ഇവിടെ എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റി, ഇവിടുന്ന് ഞാൻ നേടിയെടുക്കുന്നതൊക്കെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പോകുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ളത് നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പഠിച്ചായിരുന്നു എങ്കിൽ എന്നുള്ള റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രം മാക്സിമം കഷ്ടപ്പെടുക. അത്രേ ഉള്ളൂ. ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. ഒരു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് NIT ചെന്ന് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമല്ലോ. അതിന്റെ ചെറിയൊരു ഡോസാണ് ഇന്നലെ ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് അടിപൊളിയാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഡിന്നിയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. സോ ഞാൻ തന്നെ അടുത്ത് നിന്ന് ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മോൾക്ക് എന്തായാലും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു NIT-യിലോ നല്ലൊരു IIT-യിലോ ഒക്കെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള നമ്മുടെ ജെ ആസ്പിറൻസിന് എന്ത് ചെയ്യാം, ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്.